ഹലോ, ഇത് നിങ്ങളുടെ സ്വന്തം സൈദ തോമസ്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് പരദൂഷണം. പരദൂഷണം എന്ന് പറയുന്നത് എന്താ? ഒരു വ്യക്തി നമ്മളെ അറിയാതെ അറിഞ്ഞിട്ടും നമ്മളെക്കുറിച്ച് മോശമായ കാര്യങ്ങളും ഇനി നല്ല കാര്യങ്ങളും നമുക്ക് ആഡ് ചെയ്യാം, മോശപ്പെട്ട കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ഒട്ടും അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വളരെ മോശമായിട്ട് മറ്റുള്ളവരോട് പോയി പറയുന്നത്. ആ മറ്റുള്ളവരെന്ന് പറയുന്നവർക്കും ചിലപ്പോൾ നമ്മളെക്കുറിച്ച് ഒരു വ്യക്തതയും അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ഒന്നും അറിയാത്തവരായിരിക്കാം. അപ്പോൾ റീസെൻ്റ്ലി എനിക്ക് ഉണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ സബ്ജക്റ്റ് അങ്ങ് സംസാരിച്ചേക്കാന്ന് വെച്ചത്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഒരു വ്യക്തി, അതായത് ഒരു 60 വയസ്സിന് മേലെയുള്ള ഒരു സ്ത്രീയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സ്ത്രീ കുറച്ച് മുമ്പേ എന്നെക്കുറിച്ച് വളരെ മോശമായിട്ട് കൂടെ ഉണ്ടായിരുന്നവരോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചിന്തിച്ചത് ഈ പരദൂഷണം പറയുമ്പോൾ നമ്മൾ ഈ പരദൂഷണം കേൾക്കുന്ന ആൾക്ക് ഈ പരദൂഷണം പറയുന്നവരെ കുറിച്ച് എന്താണ് മനസ്സിലാക്കുന്നത്? ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, പരദൂഷണം പറയുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവം നമ്മൾ പരദൂഷണം കേൾക്കുന്നവർ മനസ്സിലാക്കുകയാണ്. നമ്മൾ ഉദ്ദേശിച്ചത് ഈ ചേച്ചി നല്ലൊരു ചേച്ചി ആയിരിക്കും എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഈ ചേച്ചി ഇങ്ങനെ എന്നാ പറയണ്ടേ, മറ്റുള്ളവരെ കുറിച്ച് വളരെ മോശമായിട്ട്, അതും ആ വ്യക്തിയെ അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്ന ഒരു വ്യക്തിയാണ്. അത് അവരുടെ സ്വഭാവമാണ്. ഓക്കെ, അപ്പോൾ ഈ പരദൂഷണം പറയുന്നവർ ഇനി ഫസ്റ്റ് മനസ്സിലാക്കിക്കൊള്ളുക. ഒരാളോട് വേറൊരാളുടെ കാര്യം പോയി പറയുമ്പോൾ ആദ്യം കേൾക്കുന്ന ആൾ ചിന്തിക്കേണ്ട എന്താ? ഇത് അവരുടെ സ്വഭാവമാണ്. ഇന്ന് എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ എന്ത് സംഭവിക്കും? നിങ്ങളെക്കുറിച്ചും ഈ വ്യക്തി, അതായത് ഈ പരദൂഷണം പറയുന്ന വ്യക്തി നാളെയും നിങ്ങളെക്കുറിച്ചും പറയാം. അപ്പം കെയർഫുൾ ആയിരിക്കുക. ലിസണർ ആകുന്നതിന് മുമ്പ് പരദൂഷണം പറയാവുന്നവരുടെ മുമ്പിൽ ലിസണർ ആകാതിരിക്കുക. ഓക്കെ. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഈ പരദൂഷണം പറയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് ആ വ്യക്തിന്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾ പോയി പരദൂഷണം പറ, കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറയണമെന്ന് തോന്നുവാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. കാരണം ഈ പരദൂഷണം പറയുന്ന ആൾക്കാർക്ക് ഒരു ഐഡിയ ഉണ്ടല്ലോ എങ്ങനെയാണ് പറയേണ്ടതെന്നുള്ളത്, എന്തൊക്കെയാണ് പറയേണ്ടതെന്നുള്ളത്. പക്ഷേ സരിത തോമസിനെ കുറിച്ച് നിങ്ങൾക്ക് പരദൂഷണം പറയണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ആ പരദൂഷണം പറയുന്ന കാര്യം എന്നോട് വന്ന് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം ക്ലിയർ ആയിട്ട്. പിന്നെ നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതാരായാലും, വയസ്സായവരാണേലും വയസ്സാകാത്തവരായാലും ഇനി എന്നെ പറയണ്ടേ, ക്യൂരിയോസിറ്റി ആയിട്ട് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരും ഇല്ലേ? നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോ, ഞാൻ പറഞ്ഞുതരാം. എന്തിനാ വെറുതെ ഇങ്ങനെ മറ്റുള്ള എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞു നടക്കുന്നേ? ഒന്നും ഇല്ലേലും നിങ്ങൾക്ക് ഇത്രയും വയസ്സായില്ലേ എന്നെങ്കിലും ചിന്തിക്ക്. എന്തൊരു നാണക്കേടാ.